ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രോഡക്ട്സ്. ഇതൊരെണ്ണം ഇത് ഗെയിം ഓഫ് പാരീസിൻ്റെ നല്ല പെർഫ്യൂമാണ്. നമുക്ക് കാഷ്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് ഞാൻ ഒരുപാട് ഇയേഴ്സ് മുന്നേ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് എടുത്തു വെച്ചതാണ്. ആ സ്മെല്ല് ഓർമ്മയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. എക്സ്റ്റസി. പിന്നെ അടുത്തത് ഇതുണ്ടോ, നല്ല ലുക്കല്ലേ കാണാൻ, അതുപോലെ സ്മെല്ലും നല്ലതാണ്. ഇതിപ്പം ഫിനിഷ് ചെയ്താൽ കൂടെ ഇത് നല്ലൊരു അലങ്കാര വസ്തുവായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഇതൊരു ഫോറിൻ പെർഫ്യൂമാണ്. ഇതിൻ്റെ മറ്റേ എഴുതിയൊക്കെ നിൽക്കാൻ മാഞ്ഞു പോയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇനി ഇത് വോഡാഗൾ. ഇത് ഞാൻ കാഷ്വലി എന്നും ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ്. എൻ്റെ ഫേവറേറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു 1 മന്ത് അടുപ്പിച്ച് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇന്ന ആളാണ് വരുന്നത് ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് വെച്ചിട്ട്. അതുപോലത്തെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഇത് എല്ലാം അട്രാക്റ്റീവാണ്. ബട്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഏത് പെർഫ്യൂമാണെന്ന് ആരായാലും ചോദിച്ചു പോകും. എന്തോ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഇതിൽ ഏറ്റവും ചീപ്പ് പെർഫ്യൂം. ഇതാണ്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളതല്ലേ. 259 ഉള്ളൂ 150 ml. ബട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ്. ഭയങ്കര ഫേമസ് അല്ലേ, ഭയങ്കര ചീപ്പുമാണ്. എല്ലാ ലോക്കൽ ലേഡീസ് സെൻറ്ററിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാവും. ബട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ വേറെ ഒരെണ്ണം, ഇത് കുറച്ച് ലക്ഷറീസാണ്. ഇത് വരുന്നില്ലല്ലോ, അല്ല ഡൗട്ട്. ഇത് ഫോറിനാണ്, കണ്ടോ, ഡെസേർട്ട് സുൽത്താൻ എന്നും പറഞ്ഞ്. ഇതങ്ങ് സൂക്ഷിച്ച് വെച്ചേക്കാം, വല്ലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ. തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട്. കണ്ടോ, നല്ല ലുക്കല്ല. ഇതിൻ്റെ അടപ്പ് ഇതാണ്. കണ്ടോ, ഇത് ഇത്ര ഉപയോഗിച്ചിട്ടുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? എന്തോ ഇത് കണ്ടോ, എന്തായാലും ഇത്രയുണ്ട്. ഇതാണ്. കണ്ടോ, നല്ല സ്മെല്ല. എന്തായാലും മണപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, എന്നാലും നല്ല സ്മെല്ലാണ്, നല്ല ലുക്കും കൂടെയാണ്. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഗിഫ്റ്റ് തന്നതുകൊണ്ട് ഇത് കുറച്ച് ഉപയോഗിക്കും. ഇത് ഒരു 2-3 ഇയേഴ്സ്, മേ ബി ഒരു 4 ഇയേഴ്സ് ബിഫോർ കിട്ടിയതാണ്. പക്ഷേ എന്നാലും ഇത് തീർത്ത് കളയാൻ തോന്നുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഞാൻ ഒരു 2-3-4 മേ ബി 5 ആയിരിക്കും, 5 ഇയേഴ്സായിട്ട് മാറി യൂസ് ചെയ്യുന്ന കുറച്ച് കളക്ഷൻ ഓഫ് പെർഫ്യൂംസാണ്. അതിലെൻ്റെ ഏറ്റവും ഡെയിലി യൂസ് ചെയ്യണ ഇതാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇത് ചീപ്പാണ്, എല്ലാവർക്കും അഫോർഡബിളാണ്. പിന്നെ എനിക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുള്ളതും ഇതിൽ നിന്നാണ്. കാരണം മറ്റതൊക്കെ നല്ല ലക്ഷറീസാണ്, നല്ല പെർഫ്യൂമാണ്, എല്ലാം ബ്രാൻഡഡാണ്. പക്ഷേ അതിന് അങ്ങനത്തെയൊക്കെ ഇപ്പം ബേസിക്കലി എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സ്പെസിഫിക് കോംപ്ലിമെൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലൊന്നും കിട്ടാറില്ല. ഇതിനാണ് അപ്പം ഞാൻ വണ്ടർ അടിച്ചു പോയി. ഏറ്റവും ചീപ്പ് പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്കതിന് കോംപ്ലിമെൻറ്റ് ഒക്കെ കിട്ടണത്. അപ്പം ഞാൻ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ തന്നെ, 50 വേണ്ട, ഒരു 30, ഒരു സാമാന്യ അകലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ അവിടെ ഉണ്ടെന്ന്. എന്നിട്ട് തിരിഞ്ഞ് നോക്കാതെ തന്നെ മനസ്സിലാവും. എന്നിട്ട് തിരിഞ്ഞ് എന്നാ വന്നിട്ടുണ്ടല്ലേ എന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഏതാ പെർഫ്യൂം ചോദിച്ച് ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇതല്ല, ഏതോ ഒരു നല്ല ഹൈ ബ്രാൻഡ് പെർഫ്യൂമാണ്, നീ പറയാത്തതാണ്, നീ കള്ളം പറയുന്നതാണ് എന്ന് പറയും. ബട്ട് സ്റ്റിൽ ഞാൻ പറയും ഇത് തന്നെയാണെന്ന് പറയും. എന്നിട്ട് എടുത്ത് അടിച്ചൊക്കെ നോക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം.
ഒരു ഡേ പെട്ടെന്ന് ഇത് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീൽ വരും. സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, ബൈ.